ദുബായ് നഗരത്തിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഗ്ലോബൽ വില്ലേജ്. ലോകമെമ്പാടുമുള്ള ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്നതിന് വ്യത്യസ്ത പവലിയനുകൾ ഇവിടെയുണ്ട്. വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ രുചികൾ വിളമ്പുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഇതിനുള്ളിൽ കാണാം. പൂക്കളുടെ വിസ്മയമായ മിറക്കിൾ ഗാർഡൻ കണ്ടതിന് ശേഷമാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാനായി ഞങ്ങൾ എത്തിയത്. സന്ധ്യാസമയത്ത് എത്തിച്ചേർന്നതുകൊണ്ട് ഇവിടുത്തെ ദീപാലങ്കാരങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ചൈന, ഈജിപ്ത്, ഇന്ത്യ, ഇറാൻ, ഇറാഖ്, ജപ്പാൻ, കുവൈറ്റ്, ലെബനൻ, മൊറോക്കോ, ഒമാൻ, പാകിസ്ഥാൻ, പലസ്തീൻ, ഖത്തർ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, സിറിയ, തായ്ലൻഡ്, ടർക്കി, UAE, യമൻ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പവലിയനുകൾ ഇതിനുള്ളിൽ കാണാം. റംസാൻ മാസത്തിൽ ഗ്ലോബൽ വില്ലേജ് പതിവ് ആഘോഷങ്ങൾക്കപ്പുറം ഭക്ഷണവും വിനോദവും പാരമ്പര്യവും ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക അത്ഭുത ലോകമായി മാറുന്നു. ഗ്ലോബൽ വില്ലേജിലാകെ ചിതറിക്കിടക്കുന്ന 200-ലധികം ഭക്ഷണശാലകളിലൂടെ വ്യത്യസ്തമായ നോമ്പ് തുറക്കലിന് റംസാൻ മാസത്തിൽ അവസരമൊരുങ്ങുന്നു. ഹുമ്മൂസ്, ഫലാഫൽ, ലാബ് മാച്ച്പ്യൂസ്, ടർക്കിഷ് ഗ്രില്ലുകൾ, ഇന്ത്യൻ കറികൾ, തായ് സ്ട്രീറ്റ് ഫുഡ്, സ്പാനിഷ് ചുറോകൾ, കുനാഫ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ രുചികൾ വിവിധ രാജ്യങ്ങളിലെ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. റമദാനിലെ ഗ്ലോബൽ വില്ലേജ് വെറുമൊരു വിനോദയാത്രയല്ല, മറിച്ച് കാത്തിരിക്കുന്ന ഒരു ഓർമ്മയാണ്. ഭക്ഷണത്തിനോ അന്തരീക്ഷത്തിനോ മുൾട്ടാക്കയിൽ രാജകീയമായി വിശ്രമിക്കാനുള്ള ഒരു അവസരത്തിനോ വേണ്ടിയാണ് നിങ്ങൾ വരുന്നതെങ്കിലും അതിനെല്ലാം ഒരു മാജിക്കൽ ടച്ച് ഉണ്ടാവും. വിവിധ രാജ്യങ്ങളിലെ താൽക്കാലിക പ്രവാസികൾക്ക് ഓരോ സീസണിലും സ്ഥിരമായ തൊഴിൽ നൽകുന്ന ഇടം കൂടിയാണിത്. ആഗോള ഗ്രാമത്തിലെ വ്യത്യസ്ത മേഖലകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒട്ടേറെ യുവാക്കൾ തൊഴിലെടുക്കുന്നുണ്ട്. വീൽചെയർ ട്രോളി തള്ളുന്നത് മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നതും വിൽക്കുന്നതിലും വരെ ധാരാളം മലയാളികളുണ്ട്. ബലൂൺ വിൽപ്പന, പോപ്കോൺ, ഐസ്ക്രീം, ചായ, മറ്റു ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പന, വൃത്തിയാക്കൽ എന്നിങ്ങനെ പല ജോലികളും അവർ ചെയ്യുന്നു. പ്രശസ്തരായ ധാരാളം കലാകാരന്മാർ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ പകുതി മുതൽ അടുത്ത വർഷം മെയ് ഏതാണ്ട് പകുതിയോളമാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക. മെയ് പകുതി മുതൽ ദുബായിലെ ടെമ്പറേച്ചർ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുകയും ഇവിടുത്തെ വേനൽക്കാലം ആരംഭിക്കുകയും ചെയ്യും. അതിനാൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആവശ്യമുള്ള ഒരു പിക്നിക് സ്പോട്ടുകളും ഈ സമയത്ത് തുറന്ന് പ്രവർത്തിക്കാറില്ല. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ധാരാളം പവലിയനുകൾ ഇതിനുള്ളിൽ നമുക്ക് കാണാം. റോഡ് ഓഫ് ഏഷ്യ, ഇന്ത്യൻ ചാട്ട് ബസാർ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഡൈനിങ് സോണുകൾ നമുക്കിവിടെ കാണാം. വ്യത്യസ്തങ്ങളായ എക്സിബിഷൻസ്, കരകൗശല വസ്തുക്കൾ, പുരാവസ്തുക്കൾ, ഭക്ഷണ വിഭവങ്ങൾ എന്നിവയിലൂടെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരം അനുഭവിക്കാൻ നമുക്ക് ഇവിടെ അവസരം ലഭിക്കുന്നു. വർണ്ണവിളക്കുകളുടെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വിന്യാസമാണ് എവിടെയും. കുട്ടികളുമൊത്ത് ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ചാലും മടുപ്പ് തോന്നാത്ത വിധം വൈവിധ്യങ്ങളാണ് ഓരോ ഇടത്തും. ഡാൻസ് ഫെസ്റ്റിവൽസ്, മ്യൂസിക് ഷോസ്, പെയിൻറ്റിംഗ് സോൺ, പ്ലേയിങ് സോൺ, പ്രെയർ ഏരിയ, അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള ഏരിയ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവിടെ കഴിച്ചുകൂട്ടാം. ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മനസ്സിന് ഉന്മേഷം പകരാൻ
ധാരാളം ആളുകളാണ് ഇവിടെ നിത്യേന എത്തുന്നത്. 65 ലക്ഷത്തിലധികം ആളുകളാണ് ഓരോ വർഷവും ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുന്നത്. മിറക്കിൾ ഗാർഡൻ സന്ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിയത്. കുറേയൊക്കെ ഞങ്ങൾ ക്ഷീണിതരായിരുന്നു. ഏതാണ്ട് 8:30യോടുകൂടി മടങ്ങിപ്പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനാൽ ഗൈഡ് നിർദ്ദേശിച്ച എക്സിറ്റ് പോയിന്റിലെത്തി എല്ലാവർക്കുമായി കാത്തു നിൽക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. സന്ധ്യ ആയപ്പോൾ തന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ 4 എൻട്രി പോയിൻറ്റ്സിലും മഞ്ഞ, നീല, പച്ച, പിങ്ക് എന്നിങ്ങനെ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ദീപവിന്യാസങ്ങളുടെ ഒരു മാസ്മരിക ലോകമായി മാറി. ഏതാണ്ട് 8:30യോടുകൂടി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു. എൻ്റെ പിതാവും സഹോദരനും കുടുംബാംഗങ്ങളും ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഓർമ്മയ്ക്കായി ഇവിടെ ചേർക്കുന്നു. മടങ്ങി വരും വഴി വർണ്ണവിളക്കുകളിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ബുർജ് ഖലീഫ മറ്റൊരു അത്ഭുത ലോകം തീർത്തു.